ഹായ് മക്കളെ, വെൽക്കം ടു എജ്ബോൾ. അപ്പോൾ നമ്മൾ അസിഡിമെട്രി ആൽക്കലിമെട്രി ഒക്കെ നിങ്ങൾ രണ്ട് കൈ നോട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് തരുന്ന അടുത്ത ഒരു ഓണസദ്യയാണ് എന്ത്, സാൾട്ട് അനാലിസിസ്. അപ്പോൾ സാൾട്ട് അനാലിസിസ് പല ആൾക്കാർക്കും ഭയങ്കര ടഫ്, ഭയങ്കര ഇടങ്ങേറ്. സാൾട്ട് കിട്ടണില്ല, കാറ്റോൺ കിട്ടണില്ല, ആനോൺ എങ്ങനെയെങ്കിലും കിട്ടും, പക്ഷേ കാറ്റോൺ കിട്ടണില്ല. അങ്ങനെ ഭയങ്കര പരാതികളും പരിഭവങ്ങളുമാണ്. ആ പരാതികളും പരിഭവങ്ങളും ഒന്നും വേണ്ട. ഞാൻ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, സാൾട്ട് അനാലിസിസ് ഇൻ എ ഷോർട്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ റിയാക്ഷൻസ് മൊത്തം ഒന്ന് പറഞ്ഞുതരാം, തിയറി പാർട്ട് മാത്രമായിട്ട്. അതിനുശേഷം തിയറി പ്ലസ് എക്സ്പെരിമെന്റ് പ്ലസ് അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ഒരൊറ്റ വീഡിയോ ആയിട്ട്. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ട്രിക്സും ടിപ്സും, എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുതന്ത്രങ്ങളും ഉഡായിപ്പുകളും. ഒരു സാൾട്ട് കിട്ടിയാൽ പെട്ടെന്ന് 15 മിനിറ്റിനുള്ളിൽ എങ്ങനെ ആനിയോണും കാറ്റോണും, 15 മിനിറ്റ് വേണ്ട, 10 മിനിറ്റിനുള്ളിൽ ആനിയോണും കാറ്റോണും കണ്ടെത്താം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ആദ്യത്തെ പാട്ടാണ് ഇന്ന് തരാൻ വേണ്ടി പോകുന്നത് മക്കളെ. അപ്പൊ ഈ വീഡിയോസ് മാക്സിമം എല്ലാ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തീർന്നില്ല. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നോട്ട്സ് കാര്യങ്ങളൊക്കെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും, വാട്സപ്പ് ചാനൽ ഉണ്ടാവും, അതേപോലെ നമ്മുടെ ആപ്പിലൂടെയും അവൈലബിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എവിടെയാണോ കൺവീനിയന്റ് അവിടെ പോയിട്ട് എടുത്തോളാം. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതലായിട്ട് അങ്ങനെ വലിച്ചു നീട്ടുന്നില്ല, ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ സാൾട്ട് അനാലിസിസ് ഇൻ എ ഷോർട്ട് വ്യൂ. സാൾട്ട് അനാലിസിസ് ഇൻ എ ഷോർട്ട് വ്യൂ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന്, പ്രിലിമിനറി അനാലിസിസ്. 2, അനാലിസിസ് ഓഫ് ആനിയോൺ. 3, അനാലിസിസ് ഓഫ് കാറ്റയോൺ. ഈ ഒന്നാമത്തേത് ഞാൻ പറയുന്നു, ചെയ്യൽ നിർബന്ധമില്ല. കാരണം നമ്മൾ അത് കൺഫർമേറ്ററി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ വരുന്ന സമയത്ത് നമ്മളത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ്. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ വഴിക്ക് വരുന്ന സമയത്ത് ചെയ്യുന്നുണ്ടാവും. റെഡി? സോ നിർബന്ധം ഇല്ല, ആദ്യം ചെയ്യൽ നിർബന്ധം ഇല്ല. അപ്പൊ പ്രിലിമിനറി അനാലിസിസ്, അതിനുശേഷം അനാലിസിസ് ഓഫ് ആനിയോൺ. അനാലിസിസ് ഓഫ് ആനിയോണിൽ 2 ടെസ്റ്റുകൾ ഉണ്ട്. ആദ്യം ആനിയോണിനെ ഐഡന്റിഫൈ ചെയ്യണം, പിന്നെ ആനിയോണിനെ കൺഫേം ചെയ്യണം, നിങ്ങൾക്ക് അറിയുന്നതാണ്. മൂന്നാമതായിട്ട് അനാലിസിസ് ഓഫ് കാറ്റയോൺ. കാറ്റയോണിൽ 3 ടെസ്റ്റുകൾ വരുന്നുണ്ട്. ഒന്ന്, ഏതാണ് കാറ്റയോണിന്റെ ഗ്രൂപ്പ് എന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഗ്രൂപ്പ് കിട്ടിയാൽ പിന്നെ ആ ഗ്രൂപ്പിലെ ഏത് കാറ്റയോൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതേ ഗ്രൂപ്പിലെ ആ കാറ്റയോൺ നമ്മൾ എന്ത് ചെയ്യണം, കൺഫേമും കൂടി ചെയ്യണം. റെഡി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. റെഡി? അപ്പോ പ്രിലിമിനറി അനാലിസിസ്. റെഡി? അപ്പൊ ഈ പ്രിലിമിനറി അനാലിസിസിൽ നമുക്ക് 2 ടെസ്റ്റുകളാണ് ചെയ്യാനുള്ളത്. ഒന്ന് ഫ്ലെയിം ടെസ്റ്റ്, 2 ആഷ് ടെസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഈ ഫ്ലെയിം ടെസ്റ്റ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. വാച്ച് ഗ്ലാസ് എടുക്കുക, വാച്ച് ഗ്ലാസ്സിലേക്ക് കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യുക. ഓക്കെ, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് അധികം സാൾട്ട് എടുക്കുക, കുറച്ച് മാത്രം HCl ആഡ് ചെയ്യുക, പേസ്റ്റ് പോലെ ആക്കുക, ഒരു കുഴഞ്ഞ രൂപത്തിൽ. എന്നിട്ട് ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഗ്ലാസ് റോഡിൽ എടുത്തിട്ട് നമ്മൾ ആ ഫ്ലെയിമിൽ കാണിക്കുക. അപ്പൊ നമുക്ക് ബ്രിക്ക് റെഡ് ഫ്ലെയിം ആണെങ്കിൽ കാൽഷ്യം ആയിരിക്കും. ഫ്ലെയിമിന്റെ കളർ, അതായത് ബേണറിന്റെ ഫ്ലെയിമിന്റെ കളർ ബ്രിക്ക് റെഡ് ആണെങ്കിൽ കാൽഷ്യം ആയിരിക്കും. ഗ്രാസി ഗ്രീൻ ആണെങ്കിൽ ബേരിയം ആയിരിക്കും. ഓക്കെ, ഇനി ആഷ് ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ടെസ്റ്റ് ട്യൂബിലേക്ക് കോൺസ്റ്റന്റ് നൈട്രിക് ആസിഡും കാർബണേറ്റും ആഡ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ടോ ഹീറ്റ് ചെയ്യുക, ടു ബോയിൽ ചെയ്യിപ്പിക്കുക. അതിലേക്ക് ഒരു ഫിൽറ്റർ പേപ്പർ നമ്മളിങ്ങനെ മടക്കിയിട്ട് ആ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിലേക്ക് നിറക്കുക. എന്നിട്ടൊന്ന് സോക്ക് ചെയ്യുക, അതായത് ആ ഒരു ഫിൽറ്റർ പേപ്പർ നനയ്ക്കുക ആ സൊല്യൂഷനിൽ. എന്നിട്ടോ അത് എടുത്തിട്ട് എന്ത് ചെയ്യുക, ബണ്ടറിൽ കാണിക്കുക. ഡ്രൈഡ് ആൻഡ് ബേൺഡ്, കത്തിക്കുക. കത്തുമ്പോൾ ആഷ് ഉണ്ടാവുമല്ലോ, ആ ആഷിന്റെ കളർ ബ്ലൂ ആണെങ്കിൽ അലൂമിനിയം ആയിരിക്കും, ഗ്രീൻ ആണെങ്കിൽ സിങ്ക് ആയിരിക്കും, പിങ്ക് ആണെങ്കിൽ മഗ്നീഷ്യം ആയിരിക്കും. എടാ, ഈ മഗ്നീഷ്യം കിട്ടാനുള്ള ചാൻസ് കുറച്ച് കുറവാണ് കേട്ടോ. പിങ്കും ഗ്രീനും പക്ക പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ ചെയ്ത് കിട്ടിയതാ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ചെയ്തോടൊന്നും പ്രശ്നം എനിക്കറിയില്ല. ഞാൻ കലാകാലങ്ങളായി മഗ്നീഷ്യത്തിന്റെ വൈത്താലം അങ്ങനെ മഗ്നീഷ്യമേ താ എന്ന് പറഞ്ഞിട്ട് മഗ്നീഷ്യം തരുന്നില്ല. മഗ്നീഷ്യത്തിന് എന്നോട് എന്തോ ഒരു വെറുപ്പുണ്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാൻ ഉപയോഗിച്ച സാൾട്ട് മഗ്നീഷ്യം നൈട്രേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, മഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് രണ്ടിനും വൻ പരാജയമായിരുന്നു. എന്താ ചെയ്യാല്ലേ? ഓക്കെ, അപ്പൊ ഇതിലാവട്ടെ. അപ്പൊ പ്രിലിമിനറി വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല. ഇനി അടുത്ത എന്താ മക്കളെ, സാൾട്ട് കിട്ടിയാൽ ഉടനെ അങ്ങ് ചെയ്യാൻ പറ്റുന്നതാണെന്ത്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ആനിയോൺ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് ആനിയോൺ. അനാലിസിസ് ഓഫ് ആനിയോൺ നമ്മൾ ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് ആണ് മക്കളെ. എന്ത് ടെസ്റ്റ് എന്ന് അറിയോ? ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. എന്താ മക്കളെ? ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. ഓക്കെ, ഞാനിത് പറഞ്ഞ് പഠിപ്പിക്കാൻ പോവാ. ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ആനിയോണിന്റെ കൃത്യമായിട്ടുള്ള ഓർഡർ ആണ്. ഏതാ ഓർഡർ? കാർബണേറ്റ് ഉണ്ട്, അസറ്റേറ്റ് ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്, നൈട്രേറ്റ് ഉണ്ട്, സൾഫേറ്റ് ഉണ്ട്. കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. ഇത് പഠിച്ചു.
ഇവരെ ഐഡന്റിഫിക്കേഷൻ റിയേജന്റ് കൂടി ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഡൈല്യൂട്ട് HCl ഉണ്ട്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ആൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും അതേപോലെ അമോണിയ സൊല്യൂഷനും. അടുത്ത ആൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, പേപ്പറിന്റെ ഒരു പീസ്. ലാസ്റ്റ് വൺ ഈസ് ബേരിയം ക്ലോറൈഡും HCl ഉം. പഠിച്ചു വെക്കുക, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇവരെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബേരിയം ക്ലോറൈഡും HCl ഉം കൺഫർമേറ്ററി ഓഫ് കാർബണേറ്റ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ടെസ്റ്റ്, സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റേറ്റിന്റെ കൺഫർമേറ്ററിക്ക് ഉപയോഗിക്കും ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ്. ശേഷം അത് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും. അതിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കൺഫർമേറ്ററി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക നമ്മുടെ പ്രിയപ്പെട്ട ബ്രൗൺ റിംഗ് ടെസ്റ്റ്, ഫെറസ് സൾഫേറ്റും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും. അവസാനമായിട്ട് സൾഫേറ്റിന്റെ കൺഫർമേറ്ററി എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡും ലെഡ് അസറ്റേറ്റും. അപ്പം ആദ്യം ആനിയോന്റെ പേരുകൾ പഠിച്ചു നോക്കുക, പിന്നെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിന്റെ ആ ഒരു റിയേജന്റ് പഠിച്ചു നോക്കുക, പിന്നെ കൺഫർമേറ്ററി റിയേജന്റ് പഠിച്ചു നോക്കുക, പിന്നെ ഇതിന്റെ റിസൾട്ടും കൂടി മനസ്സിലാക്കുക. അപ്പൊ മക്കളെ ഒന്ന് ഫോളോ മീ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ആദ്യം കാർബണേറ്റ് ആണെന്നുണ്ടെങ്കിൽ റിയേജന്റ് ഡൈല്യൂട്ട് HCl. ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ കാർബണേറ്റ് സാൾട്ട് ആണെങ്കിൽ നല്ല ബബിൾസ്, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഇങ്ങനെ മുകളിലോട്ട് വരും. ഓക്കെ, വെള്ളത്തിൽ ഗ്യാസ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? ബബിൾസ് ഇങ്ങനെ ഫോം ചെയ്യൂലേ. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ബബിൾസ് അല്ലെങ്കിൽ ബ്രിസ്ക് എഫർവസൻസ് എന്ന് പറയും. പതി ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി വരും. റെഡി, അതാണ് ഈ കാർബണേറ്റ്. അപ്പൊ ഈ കാർബണേറ്റ് കിട്ടിയാൽ മാത്രങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ കാർബണേറ്റിന്റെ കൺഫർമേറ്ററി ആയിട്ടുള്ള ടെസ്റ്റിലേക്ക് നിങ്ങൾ പോയാൽ മതി. അവിടെ എന്താ കൺഫർമേറ്ററി ടെസ്റ്റ്? ബേരിയം ക്ലോറൈഡും ഡൈല്യൂട്ട് HCl ഉമാണ്. അപ്പൊ ഇവിടെ കിട്ടിയാൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഐഡന്റിഫിക്കേഷനിൽ കിട്ടിയാൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. സെറ്റാണ്. ഇനി നമുക്ക് കാർബണേറ്റ് കിട്ടിയില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ടെസ്റ്റും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, കൺഫർമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എന്ത് ചെയ്യുക? അസറ്റിലേക്ക് വരാം. അപ്പൊ ഞാൻ ഇനി ആദ്യം എല്ലാ ഐഡന്റിഫിക്കേഷൻ പറഞ്ഞതിന് ശേഷം മാത്രം കൺഫർമേറ്ററി ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ആ ഓർഡർ മനസ്സിലാക്കുക. ഏത് ആനിയോൺ ആണോ ഉള്ളത് അതിന്റെ മാത്രം കൺഫർമേറ്ററി ചെയ്താൽ മതി. അതേപോലെ ഒരു ആനിയോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ താഴെ വരുന്ന ആനിയോൺസ് ചെയ്യേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് കാർബണേറ്റ് നമുക്ക് കിട്ടിയാൽ ഐഡന്റിഫൈ ചെയ്താൽ കാർബണേറ്റിന്റെ കൺഫർമേറ്ററി മാത്രം ചെയ്യുക, അതിന് ബാക്കിയുള്ളതൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റെഡിയാണ്? ഓക്കെ ആണ്. അപ്പൊ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേടാ. അസറ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് റിയേജന്റ്. എന്താ കിട്ടുക? സ്മെൽ ഓഫ് വിനെഗർ. ഇത് നമ്മൾ വാച്ച് ഗ്ലാസ്സിലാണ് ചെയ്യുക. കുറച്ച് സാൾട്ട് എടുക്കുക, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക, ഒന്ന് സ്മെൽ ചെയ്ത് നോക്കുക. സ്മെൽ ഓഫ് വിനെഗർ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും. അതേപോലെ ക്ലോറൈഡ് ആണെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും അമോണിയ സൊല്യൂഷൻ ആണ് വേണ്ടത്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും അമോണിയ സൊല്യൂഷനും. ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക സാൾട്ടിലേക്ക്. അപ്പൊ അവിടെ വൈറ്റ് ഒരു ഫ്യൂമിംഗ് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. HCl ഗ്യാസ് ആയിരിക്കും ക്ലോറൈഡ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലാസ് റോഡ് ഒരു അമോണിയ സൊല്യൂഷൻ ഡിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് കാണിക്കും. അപ്പം ആ ഗ്ലാസ് റോഡിന് മുകളിൽ നിന്നും നല്ല വൈറ്റ് ഡെൻസ് ഫ്യൂംസ് വരും. അപ്പം അമോണിയ സൊല്യൂഷൻ ഡിപ്പ് ചെയ്യുമ്പോൾ വൈറ്റ് ഡെൻസ് ഫ്യൂംസ് വരാനുള്ള കാരണം ഈ വൈറ്റ് ഡെൻസ് ഫ്യൂംസ് എന്ന് പറഞ്ഞാൽ അത് അമോണിയം ക്ലോറൈഡ് ആയിരിക്കും. അപ്പൊ എന്ത് മനസ്സിലായി? നമുക്ക് ആ ഒരു ക്ലോറൈഡിന്റെ ആ ഒരു ഐഡന്റിഫിക്കേഷൻ കിട്ടി. ഇനി ആ ഒരു സാൾട്ടിൽ ക്ലോറൈഡ് ഇല്ലാന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ നൈട്രേറ്റിലേക്ക് വരുന്നത് എന്താണ്? പേപ്പർ ബോൾ ടെസ്റ്റ് ആണ് നൈട്രേറ്റിന്റെ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക, എന്നിട്ട് നല്ലോണം ഹീറ്റ് ചെയ്യുക. അതിലേക്ക് എന്ത് ചെയ്യുക? ഒരു ചെറിയ പേപ്പർ ബോൾ എന്ത് ചെയ്യുക? ടെസ്റ്റ് ട്യൂബിലേക്ക് ഇടുക, നല്ലോണം ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് ഗ്യാസ് വരുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ഹീറ്റ് ചെയ്യുക. അപ്പൊ ഒരു റെഡിഷ് ബ്രൗൺ ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്ത്? നമ്മുടെ ആ ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഓഫ് നൈട്രേറ്റ്. അപ്പം സൾഫ്യൂരിക് ആസിഡും പേപ്പർ ബോൾ ആണ്. ഇവിടുത്തെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ NO ഗ്യാസ് ആയിരിക്കും കേട്ടോ. നൈട്രസ് ഓക്സൈഡ് ഗ്യാസ് ആയിരിക്കും. ഭയങ്കര ടോക്സിക് ഗ്യാസ് ആണ്, അത് ശ്വസിക്കാൻ നിൽക്കരുത്. അതേപോലെ സൾഫേറ്റ് ആണെന്നുണ്ടെങ്കിൽ മക്കളെ, സൾഫേറ്റ് ആണെന്നുണ്ടെങ്കിൽ വെരി വെരി സിമ്പിൾ ആണ്. ഒന്നുമില്ല, ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. അപ്പൊ വൈറ്റ് കളേർഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതിലേക്ക് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ ആ പ്രസിപ്പിറ്റേറ്റ് ഇൻസൊല്യൂബിൾ ആയിരിക്കണം. സോ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇൻസൊല്യൂബിൾ ഇൻ ഡൈല്യൂട്ട് HCl. അപ്പൊ ഇതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ആനിയോന്റെ ഓർഡറും അതേപോലെ റിയേജന്റ് ഓർഡറും മനസ്സിലാക്കുക. അതേപോലെ ഈ ഒബ്സർവേഷൻ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ബ്രിസ്ക് എഫർവസൻസ്, അതേപോലെ സ്മെൽ ഓഫ് വിനെഗർ, അതേപോലെ ഫ്യൂമിംഗ് ഗ്യാസ്, ദെൻ നെക്സ്റ്റ് റെഡിഷ് ബ്രൗൺ ഗ്യാസ്, അവസാനം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇൻസൊല്യൂബിൾ ഇൻ HCl. ഇതിങ്ങനെ ഒരു 4-5 വട്ടം എഴുന്നേറ്റ് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് പറഞ്ഞ് പഠിച്ചാൽ സംഭവം സെറ്റ് ആയിരിക്കും. അടി. ഇനി കൺഫർമേറ്ററിയിലേക്ക് വരും. നമ്മൾ കാർബണേറ്റ് പറഞ്ഞു, ഡൈല്യൂട്ട് HCl അതേപോലെ ബേരിയം ക്ലോറൈഡ് ആണ്. ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും, വിച്ച് ഈസ് സോലുബിൾ ഇൻ ഡൈല്യൂട്ട് HCl. സൾഫേറ്റിന്റെ സോലുബിൾ അല്ല. അപ്പം ബേരിയം ക്ലോറൈഡും HCl ആണെന്ത്? സൾഫേറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ, കാർബണേറ്റിന്റെ കൺഫർമേറ്ററി. തീർന്നില്ല. അസറ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആണ് നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് വരിക. ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് അസറ്റേറ്റിന്റെ സാൾട്ട് ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കിട്ടും? റെഡിഷ് ബ്രൗൺ കളറേഷൻ കിട്ടും. അതിന്റെ കാരണം ഫെറിക് അസറ്റേറ്റ്. എന്താ കാരണം? ഫെറിക് അസറ്റേറ്റ് കെമിസ്ട്രി ആണ് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ക്ലോറൈഡ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ആ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ഉപയോഗിക്കുക. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ആണ്. അപ്പൊ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സാൾട്ട് എടുക്കുന്നു, അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും അതേപോലെ സിൽവർ നൈട്രേറ്റും അടയുമ്പോൾ അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആരുതാ? AgCl ആണ്. ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമോണിയ സൊല്യൂഷൻ എടുക്കുന്നു, അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് സൊല്യൂബിൾ ആയിരിക്കും.
സെറ്റ്. നെക്സ്റ്റ് നൈട്രേറ്റ് ആണ്. നൈട്രേറ്റിന് കൺഫർമേറ്ററി ബ്രൗൺ റിൻ ടെസ്റ്റ് ആണ്. ബ്രൗൺ റിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ വെരി വെരി സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ സാൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുക. ആ സാൾട്ട് സൊല്യൂഷന്റെ അതേ അളവിലുള്ള ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് അത് അതിനോട് ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ട്യൂബിന്റെ വാളിലൂടെ എന്ത് ചെയ്യുക, നമ്മൾ കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അപ്പം റിയേജന്റ് ഫെറസ് സൾഫേറ്റും കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡും ആണ് എന്താ കിട്ടുക, ബ്രൗൺ റിംഗ് ഫോംഡ് അറ്റ് ലിക്വിഡ് ജംഗ്ഷൻ. സെറ്റ്. ഇതിൽ സൾഫേറ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ അസറ്റിക് ആസിഡും ബ്ലഡ് അസിറ്റേറ്റും ആണ്. അവിടെ എന്താണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സൊല്യൂബിൾ ഇൻ അമോണിയം അസറ്റേറ്റ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സൊല്യൂബിൾ ഇൻ അമോണിയം അസറ്റേറ്റ്. അപ്പം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ എന്തായിരിക്കും, സൾഫേറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ആൻഡ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ആര് മക്കളെ, നമ്മുടെ ആനയോൺ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കാറ്റോണിനെ കുറിച്ച് സംസാരിക്കണം. എന്താ കാറ്റോണിന്റെ കേസ്, അനാലിസിസ് ഓഫ് കാറ്റോൺ. അപ്പൊ അനാലിസിസ് ഓഫ് കാറ്റോണിൽ 3 ടെസ്റ്റ് വരും. ആദ്യം ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യണം, രണ്ടാമതായിട്ട് ഗ്രൂപ്പിലുള്ള ആ ഒരു കാറ്റോൺ ഐഡന്റിഫൈ ചെയ്യണം, മൂന്നാമതായിട്ട് ഗ്രൂപ്പിലുള്ള ആ ഒരു കാറ്റോൺ നമ്മൾ കൺഫേം ചെയ്യണം. നോക്കിയാലോ, നിങ്ങൾ റെഡിയാണോ? അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ റിയേജന്റുകൾ ഇങ്ങനെ പഠിച്ചു നോക്കുക, ആനിയോൺസ് ഇങ്ങനെ പഠിച്ചു നോക്കുക എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഗ്രൂപ്പ് മനസ്സിലാക്കുക, ഗ്രൂപ്പിലുള്ള കാറ്റോൺ മനസ്സിലാക്കുക, ഗ്രൂപ്പിലുള്ള റിയേജന്റ് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ പരിപാടി. അതിന്റെ റിസൾട്ട് മനസ്സിലാക്കുക. തുടങ്ങാം നമുക്ക്. റെഡി. അപ്പൊ അനാലിസിസ് ഓഫ് ആനിയോൺസിലെ ഫസ്റ്റ് പരിപാടി ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പൊ ആദ്യം നമ്മൾ ഗ്രൂപ്പ് 0 മുതൽ 6 വരെ എത്ര ഗ്രൂപ്പ് ഉണ്ട്, 7 ഗ്രൂപ്പ് ഉണ്ട്. ഈ 7 ഗ്രൂപ്പിൽ രണ്ടാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഒന്നും സംസാരിക്കില്ല. കാരണം രണ്ടാമത്തെ ഗ്രൂപ്പ് നമുക്ക് തരാറില്ല. സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് തരാറില്ല കേട്ടോ. സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് തരാറില്ല കേട്ടോ. സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് തരാറില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കാരണം അത് കളേർഡ് കോമ്പൗണ്ട് ആണ്. ഇത് കോപ്പറിന്റെ കോമ്പൗണ്ട്സ് കളേർഡ് ആണ്, അതുകൊണ്ട് നമുക്ക് തരാറില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷനിൽ ആദ്യം ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള കാറ്റോൺ എന്ന് പറഞ്ഞാൽ അമോണിയം. അത് ആദ്യം പഠിച്ചു നോക്കുക. നമുക്ക് 0 മുതൽ 6 വരെയാണ് ഗ്രൂപ്പ് ഉള്ളത്. സോ 0th ഗ്രൂപ്പിലെ കാറ്റോൺ ആരെന്ന് പറഞ്ഞാൽ ആരാ മക്കളെ, നമ്മുടെ അമോണിയം ആണ് 0th ഗ്രൂപ്പിലുള്ളത്. 0th ഗ്രൂപ്പിൽ ആരാണുള്ളത്, അമോണിയം. 0th ഗ്രൂപ്പിൽ അമോണിയം അയോൺ NH4+ ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ലെഡ് Pb2+. തേർഡ് ഗ്രൂപ്പിൽ അലൂമിനിയം 3+. സെക്കൻഡ് ഗ്രൂപ്പിൽ കോപ്പർ 2+ നമ്മൾ ബൈൻഡ് ചെയ്യുന്നില്ല. ഫോർത്തിലാണ് നമ്മളെ സിങ്ക് ഉള്ളത്. ഫിഫ്ത്തിലാണ് ആരുള്ളത്, ബേരിയം ഉണ്ട്, കാൽഷ്യം ഉണ്ട്. ഓക്കെ. അതേപോലെ 6th മഗ്നീഷ്യം ഉണ്ട്. ഓക്കെ. അപ്പം ഈ പോയിന്റ് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. സോ അമോണിയം, അതേപോലെ ലെഡ്, ദെൻ കോപ്പർ, അലൂമിനിയം, സിങ്ക്, കാൽഷ്യം, ബേരിയം, അതേപോലെ നമ്മുടെ മഗ്നീഷ്യം. ടോട്ടലി 8 സാൾട്ട് അല്ലെങ്കിൽ 8 കാറ്റോൺസ് ആണ് തരാൻ ചാൻസ് ഉള്ളത്. അതിൽ കോപ്പർ തരുള്ളൂ. അപ്പൊ എണ്ണ തരാൻ ചാൻസ് ഉള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവരെ റിയേജന്റാണ് പഠിക്കേണ്ടത്. സോഡിയം കാർബണേറ്റ് 0th ഗ്രൂപ്പിന്. യെസ്, സോഡിയം കാർബണേറ്റ്. അപ്പം ഒബ്സർവേഷൻ ഒന്നും സംഭവിക്കില്ല, നോ പ്രസിപ്പിറ്റേറ്റ്. ആ ഒരു സാൾട്ട് ആ സൊല്യൂഷൻ ഡിസോൾവ് ആവുള്ളൂ. അവിടെ നോ ചേഞ്ച് ആണ്. ഇപ്പൊ ഒരു കളർ സൊല്യൂഷൻ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 0th ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ഫസ്റ്റ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡയലൂട്ട് HCl ആണ്. സെക്കൻഡ് ഗ്രൂപ്പിന് ഡയലൂട്ട് HCl-ഉം H2S ഗ്യാസും ആണ്. തേർഡ് ഗ്രൂപ്പിന് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡ്, സോളിഡ് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആണ്. ഇനി തേർഡിലേക്ക് വരുന്ന സമയത്ത്, ഫോർത്തിലേക്ക് വരുന്ന സമയത്ത് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, H2S ഗ്യാസ്. ഓക്കെ. അടുത്തതിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം കാർബണേറ്റ്. ലാസ്റ്റ് വൺ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. അവിടെ നോട്ട് ചെയ്ത് വെക്കുക, ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. പറഞ്ഞു നോക്കടാ. സോഡിയം കാർബണേറ്റ്, ഡൈലൂട്ട് HCl, ഡൈലൂട്ട് HCl-ഉം H2S ഗ്യാസും. അതേപോലെ തന്നെ നമ്മൾ പറയുന്നു അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും. പിന്നെയോ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അതേപോലെ H2S ഗ്യാസ്. അതിനുശേഷം അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം കാർബണേറ്റ്. 5th ഗ്രൂപ്പിൻ്റെത്. 6th ഗ്രൂപ്പ് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അതേപോലെ തന്നെ ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഇങ്ങനെ പഠിച്ചു നോക്കുക. 0th ഗ്രൂപ്പിൽ ഏത് കാറ്റോൺ, എന്താണ് റിയേജന്റ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഏത് കാറ്റോൺ, എന്താണ് റിയേജന്റ്. ആ രൂപത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ ഇനി ഒബ്സർവേഷൻസിലോട്ട് വരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് അല്ല 0th ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രസിപ്പിറ്റേറ്റും ഒന്നും ഒരു റിയാക്ഷനും സംഭവിക്കില്ല, ഡിസോൾവ് ചെയ്യാണ് ചെയ്യുക. സെക്കൻഡ് ഗ്രൂപ്പ് 0th ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നോ പ്രസിപ്പിറ്റേറ്റ്, അവിടെ ഒന്നും സംഭവിക്കില്ല. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. എന്തായിരിക്കും മക്കളെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പിലോ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. കോപ്പർ എന്താ തരാ, ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ്. കോപ്പർ എന്താ തരാ, ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ്. അതേപോലെ തേർഡ് ഗ്രൂപ്പിലേക്ക് വരുന്ന സമയത്ത് വൈറ്റ് ജിലാറ്റിനസ് ആയിരിക്കും ഉണ്ടാവുക. 4th ഗ്രൂപ്പിൽ ഡേർട്ടി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. 5th വെറും വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. 6th വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ്. സോ തേർഡ്, 4th, 5th, 6th ഒക്കെ വൈറ്റ് ആണ്. തേർഡ് ജിലാറ്റിനസ് വൈറ്റ്, 4th ഡേർട്ടി വൈറ്റ്, 5th വെറും വൈറ്റ്, അതേപോലെ 6th വൈറ്റ് ക്രിസ്റ്റലൈൻ ആയിരിക്കും.
ഓക്കെ, അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഈ ഒരു ടേബിൾ നമ്മൾ മനസ്സിലാക്കി. ഇതാണ് ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പൊ ടെസ്റ്റ് ട്യൂബിലാണ് മൊത്തം ചെയ്യേണ്ടത്. സാൾട്ട് അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ രൂപത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് ടെസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഐഡന്റിഫിക്കേഷൻ ഓഫ് കാറ്റയോൺസിലോട്ട് പോയാൽ മതി. എന്താ ഐഡന്റിഫിക്കേഷൻ ഓഫ് കാറ്റയോൺ? നമുക്കിപ്പോ 0th ഗ്രൂപ്പ് കിട്ടി. 0th ഗ്രൂപ്പിൽ ആര് മാത്രമേ ഉള്ളൂ, അമോണിയം മാത്രമേ ഉള്ളൂ. ഓക്കെ, അമോണിയം എന്ന് പറയുന്ന ആളുടെ ആ ഒരു കാറ്റയോണിന്റെ ഐഡന്റിഫിക്കേഷൻ ഉപയോഗിക്കുന്ന റിയേജന്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക, സ്മെൽ ഓഫ് അമോണിയ. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് അമോണിയം ആണെന്ന്, അമോണിയം അയോൺ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കൺഫേം ചെയ്യണം. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി അമോണിയം അല്ല എന്ന് മനസ്സിലായി, ഐഡന്റിഫൈ ടെസ്റ്റിൽ അമോണിയം അല്ല. അപ്പൊ നമ്മൾ ലെഡിലേക്ക് വരുന്നു. ലെഡിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ത്, പൊട്ടാഷ്യം അയോഡൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഗോൾഡൻ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, നല്ല മഞ്ഞ കളറുള്ള പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇനി അലൂമിനിയം ആണെന്നുണ്ടെങ്കിലോ NaOH ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് ജിലാറ്ററസ് പ്രസിപ്പിറ്റേറ്റ് ആണ് വരിക. ഓക്കെ, അതേപോലെ സിങ്ക് ആണെങ്കിലും NaOH ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് വരിക, ഡേർട്ടി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് വരിക. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലായി, NaOH ആർക്കും ഉപയോഗിക്കുന്നുണ്ട്, അമോണിയത്തിന് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ അലുമിനിയത്തിന് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ സിങ്കിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ ഒരു റിയേജന്റുകളും റിസൾട്ടുകളും മനസ്സിലാക്കി വെക്കുക. ഇനി ബേരിയം ആണെങ്കിലും കാൽഷ്യം ആണെങ്കിലും അസറ്റിക് ആസിഡും പൊട്ടാഷ്യം ക്രോമേറ്റും ആണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. ബേരിയം ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, പാലിൽ മഞ്ഞ നിറം ഒഴിച്ച പോലെ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ കാൽഷ്യം ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വരാം. ഇവിടെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് അല്ല, യെല്ലോ കളറേഷൻ, ഒരു യെല്ലോ കളർ സൊല്യൂഷൻ ആണ് കിട്ടുക എന്ന് പറഞ്ഞ മക്കളെ, വളരെ സിമ്പിൾ ആയിട്ട് വെള്ളത്തിലേക്ക് മഞ്ഞ കളർ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു സാധനമായിരിക്കും ഉണ്ടായിരിക്കുക. റെഡി? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, പൊട്ടാഷ്യം ക്രോമേറ്റും അസറ്റിക് ആസിഡും ആണ് എന്ത്, ബേരിയത്തിന്റെയും കാൽഷ്യത്തിന്റെയും റിയേജന്റ്. ഇവർ തമ്മിൽ ഒരേ റിയാക്ഷൻ ആണെങ്കിലും തരുന്ന റിസൾട്ട് ഡിഫറെന്റ് ആണ്. ബേരിയത്തിൽ നല്ല തിക്ക് ആയിട്ടുള്ള ഒരു വൈറ്റിഷ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും, പക്ഷെ കാൽഷ്യത്തിലോ ഒരു യെല്ലോ കളർ സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഈ പോയിന്റ് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഇനി മഗ്നീഷ്യത്തിലേക്ക് വരുന്ന സമയത്ത് മാഗ്നസോൺ റിയേജന്റ് എന്ന് പറയുന്ന ഒരു ബ്ലൂ കളർ റിയേജന്റ് ആണ് എന്ത്, നമ്മുടെ ആ ഒരു റിയേജന്റ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, ലൈക്ക് ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇതിന്റെയൊക്കെ കറക്റ്റ് സാധനങ്ങൾ നമ്മൾ എവിടെ കാണിക്കുന്നുണ്ട്, നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആ ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം അമോണിയത്തിന് NaOH ഹീറ്റ്, രണ്ടാമതായിട്ട് നമ്മുടെ ലെഡിന് KI സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം അയോഡൈഡ് സൊല്യൂഷൻ, അലൂമിനിയത്തിനും NaOH, സിങ്കിനും NaOH, അതേപോലെ കാൽഷ്യം, ബേരിയത്തിന് അസറ്റിക് ആസിഡ്, പൊട്ടാഷ്യം ക്രോമേറ്റ്, അതേപോലെ മഗ്നീഷ്യത്തിന് മാഗ്നസോൺ റിയേജന്റ്. ഇതാണ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. ഓരോരോ ഒബ്സർവേഷൻസും മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഏതെങ്കിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിന്റെ ഓരോന്നിന്റെയും കൺഫർമേറ്ററി ടെസ്റ്റുകൾ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് NaOH ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്തപ്പോൾ അമോണിയം കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അമോണിയം കാറ്റയോൺ കൺഫേം ചെയ്യണം. എന്താ ഉപയോഗിക്കുക, നെസ്ലേസ് റിയേജന്റ്. നെസ്ലേസ് റിയേജന്റ് ഒരു ബ്രൗൺ കളർ ഉള്ള ഒരു ലിക്വിഡ് ആണ്. ഇത് നമ്മൾ ഈ പറയുന്ന അമോണിയം സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതൊരു കോംപ്ലക്സ് ആണ്, മെർക്കുറിയുടെ ഒരു കോംപ്ലക്സ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. അതേപോലെ ലെഡ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ലെഡിന്റെ കൺഫർമേറ്ററി എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡും പൊട്ടാഷ്യം ക്രോമേറ്റും. അപ്പൊ ഈ അസറ്റിക് ആസിഡ് പൊട്ടാഷ്യം ക്രോമേറ്റും ലെഡിന്റെ കൺഫർമേറ്ററിയിലും കാൽഷ്യത്തിന്റെയും ബേരിയത്തിന്റെയും ഐഡന്റിഫിക്കേഷനിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടിയും കീഴ്ച്ചും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഐഡിയാസ് അവിടെ കിട്ടും. ഞാൻ ഐഡിയാസ് നിങ്ങൾക്ക് ലാസ്റ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. റെഡി? അതേപോലെ നമുക്ക് അവിടെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നുണ്ടാവുക. അതേപോലെ അലൂമിനിയത്തിന്റെ ആ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് നമ്മൾ പ്രിലിമിനറി അനാലിസിസ് പറഞ്ഞ ആഷ് ടെസ്റ്റ്. അത് നമ്മൾ കൊബാൾട്ട് നൈട്രേറ്റും അതേപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് HNO3 നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക, ബ്ലൂ ആഷ് ആണ് കിട്ടുക. അതേപോലെ നമ്മുടെ സിങ്കിന്റെ കേസിലും ആഷ് ടെസ്റ്റ് തന്നെയാണ് വരുന്നത്. എന്തൊക്കെയാ, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്, കൊബാൾട്ട് നൈട്രേറ്റ്, എന്താ കിട്ടുക, ഗ്രീൻ ആഷ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതേപോലെ കാൽഷ്യം ആണെങ്കിലും ബേരിയം ആണെങ്കിലും ഫ്ലെയിം ടെസ്റ്റ് ആണ്. എന്താ ഫ്ലെയിം ടെസ്റ്റ്? ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, സാൾട്ട് മേഡ് ഇൻ പേസ്റ്റ് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl. അവിടെ ഗ്രാസ് ഗ്രീൻ ആണെങ്കിൽ ബേരിയം, ബ്രിക്ക് ആണെങ്കിൽ കാൽഷ്യം. ക്ലിയർ? ലാസ്റ്റ് ആയിട്ട് മഗ്നീഷ്യത്തിന്റെ കേസിലേക്ക് നമ്മൾ വരുമ്പോൾ ആഷ് ടെസ്റ്റ് തന്നെയാണ്. ആഷ് ടെസ്റ്റിൽ നമുക്ക് എന്താ കിട്ടുക, പിങ്ക് ആഷ് ആണ് കിട്ടുക. അപ്പൊ നമ്മൾ പ്രിലിമിനറി ടെസ്റ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഓൾറെഡി അവിടെ കിട്ടിയിട്ടുണ്ട് ഏത്, ഈ ആഷും ഫ്ലെയിമും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ 5 ആൾക്കാർ, കാൽഷ്യം, ബേരിയം, അലൂമിനിയം, സിങ്ക്, മഗ്നീഷ്യം, ഇവരെ മനസ്സിലാക്കാൻ നമുക്ക് ആകെ 2 ടെസ്റ്റ് ഉള്ളത്. ഒന്ന് ഫ്ലെയിം ടെസ്റ്റ്, ഒന്ന് ആഷ് ടെസ്റ്റും. ഫ്ലെയിം ടെസ്റ്റ് കാൽഷ്യത്തിനും ബേരിയത്തിനാണ്. അതേപോലെ ആഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലൂമിനിയം, സിങ്ക്, മഗ്നീഷ്യം ഇവർക്കാണ്. മനസ്സിലാക്കുക. പിന്നെ ഇങ്ങനത്തെ ടെസ്റ്റ് അല്ലാത്ത 2 ടെസ്റ്റുകൾ ഉള്ളത്, ഒന്ന് അമോണിയത്തിന് എന്താണ്, നെസ്ലേസ് റിയേജന്റും, 2 പൊട്ടാഷ്യം ക്രോമേറ്റും അസറ്റിക് ആസിഡും ലെഡിനും. അത് മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയാണ് നമ്മുടെ ആ ഒരു
സിസ്റ്റമാറ്റിക് അനാലിസിസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്തു, റിയേജന്റുകൾ മനസ്സിലാക്കി വെക്കുക, ഗ്രൂപ്പ് കൺഫേം ചെയ്തു, അത് ഗ്രൂപ്പിലുള്ള ആ ഒരു കാറ്റയോൺ ഐഡന്റിഫൈ ചെയ്തു, ഗ്രൂപ്പിലുള്ള കാറ്റയോണെ കൺഫേം ചെയ്തു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആനയോൺ റിയേജന്റ് ഒബ്സർവേഷൻ അതിങ്ങനെ ബൈഹാർട്ട് ചെയ്യല്ല, കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതേപോലെ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷനിലുള്ള ആ ഒരു ഗ്രൂപ്പ് കാറ്റയോൺ റിയേജന്റ് ഒബ്സർവേഷൻ, അതേപോലെ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് കാറ്റയോൺ വരുമ്പോൾ ഏതാണ് നമ്മുടെ ആ ഒരു കാറ്റയോൺ, എന്താണ് റിയേജന്റ്, എന്താണ് ഒബ്സർവേഷൻ, അതേപോലെ കൺഫർമേറ്ററിക്ക് മനസ്സിലാക്കി വെക്കുക. ഇതൊരു 5-6 തവണ നിങ്ങൾ റിപ്പീറ്റ് അടിച്ചൊന്ന് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആറ്റിക്കുറുക്കി നമ്മൾ വേറെ തരുന്നുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് ഒരു ഹൈപ്പ് ഉണ്ടാക്കല്ല, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവന് പെർഫെക്റ്റ് ആയിട്ട് സാൾട്ട് അനാലിസിസ് കിട്ടിയിരിക്കും. അതെ, ഇനി നമ്മൾ ഇത്രയൊക്കെ ചെയ്താൽ ഇത് എഴുതി കൊടുക്കണ്ടേ? അതെങ്ങനെ പറയുന്നത്? സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് സാൾട്ടിന്റെ ഒരു സ്കീമാണ് പറയുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ സാൾട്ട് നിങ്ങൾ വിചാരിക്കുക അമോണിയം കാർബണേറ്റ് ആണെന്ന് വിചാരിക്കുക. ഏതാ കിട്ടിയത്? അമോണിയം കാർബണേറ്റ്. ഇത് കിട്ടുന്നത് സ്വർഗത്തിലാണ്. ഏറ്റവും വേഗം ചെയ്യാൻ പറ്റുന്ന സാൾട്ടാണ് എന്ത്? അമോണിയം കാർബണേറ്റ് NH4 ട്വൈസ് CO3 എന്ന് പറഞ്ഞ ഫോർമുല ഉള്ളത്. അപ്പൊ നമ്മൾ ആദ്യം സാൾട്ട് എടുത്തു, അത് കാർബണേറ്റ് ആണ് ടെസ്റ്റ് ചെയ്യുക ആനിയോണിന്റെ കേസിൽ. അപ്പൊ നമ്മൾ എന്താ കൊടുക്കുക? ആദ്യം ഹെഡിങ് കൊടുക്കുന്നതാണ് അനാലിസിസ് ഓഫ് ആനിയോൺ. ഓക്കെ, അതിലെന്താ എക്സ്പെരിമെന്റിൽ HCl ഉള്ള ടെസ്റ്റ് എന്തായിരിക്കും? HCl ആഡ് ചെയ്തു. HCl ആഡ് ചെയ്യുമ്പോൾ ബ്രിസ്ക് എഫർവെസൻസ് കിട്ടിയപ്പോൾ എന്താണ്? പ്രസൻസ് ഓഫ് കാർബണേറ്റ് നേടുക. അപ്പൊ കാർബണേറ്റ് കിട്ടിയ പിന്നെ കൺഫേം ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്തു? കൺഫർമേറ്റഡ് ടെസ്റ്റ് ഹെഡിങ് കൊടുത്തിട്ടോ. കാർബണേറ്റിന്റെ കൺഫർമേറ്റഡ് ടെസ്റ്റ് ബേരിയം ക്ലോറൈഡും HCl സൊല്യൂഷനും. അപ്പൊ എന്താ? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സൊല്യൂബിൾ ഡൈലൂട്ട് HCl. അപ്പൊ എന്തായിരിക്കും? പ്രസൻസ് ഓഫ് കാർബണേറ്റ് കൺഫേംഡ്. അപ്പൊ നമ്മുടെ ആ ഒരു ആനോൺ എന്ത് കിട്ടി? കാർബണേറ്റ് നമ്മൾ കിട്ടി. ഇനി അതിന്റെ താഴെയുള്ള ക്ലോറൈഡോ അസറ്റേറ്റോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഹെഡിങ് കൊടുക്കുക അനാലിസിസ് ഓഫ് കാറ്റയോൺ. ആദ്യം ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ആണ്. അമോണിയം ആയതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് 0th ഗ്രൂപ്പ് തന്നെ കിട്ടും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നോ പ്രസിപ്പിറ്റേറ്റ്. അപ്പൊ പ്രസൻസ് ഓഫ് 0th ഗ്രൂപ്പ് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അനാലിസിസ് ഓഫ് 0th ഗ്രൂപ്പ് കാറ്റയോൺ അമോണിയം ആണ് നോക്കുകയാണ്. അപ്പൊ നമ്മൾ NaO ചെയ്ത് ഹീറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? അമോണിയന്റെ സ്മെല്ല് കിട്ടി. അത് HCl ഗ്യാസ് ഡിപ്പ് ചെയ്തപ്പോൾ നമുക്ക് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? അമോണിയ ആണെന്ന് മനസ്സിലായി. അപ്പൊ അത് എഴുതി കൊടുത്തു. presence of ammonium identified. ഇനിയോ ethyl salt solution Nestle's reagent added. അതാണ് നമ്മൾ കൺഫർമേറ്ററി. അപ്പോൾ എന്താണ് അവിടെ റെഡിഷ് ബ്രൗൺ പെർസെന്റ് കിട്ടി. അപ്പോൾ എന്തായിരിക്കും presence of ammonium confirmed. ലാസ്റ്റ് റിസൾട്ട് നമ്മൾ എങ്ങനെ എഴുതാ? the given salt contain carbonate as anion and ammonium as cation. ഇത്ര എഴുതിയാൽ എത്ര മാർക്ക് കിട്ടും? എക്സാമിന് 16 മാർക്ക് കിട്ടും. എത്ര മാർക്ക് കിട്ടും? 16 മാർക്ക്. അപ്പം ഓരോന്നും ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ലെഡ് സൾഫേറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആനിയോൺ സൾഫേറ്റ് വരെ ചെയ്യാം. ഡൈലൂട്ട് HCl, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ്, അതേപോലെ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ്, പേപ്പർ ബോൾ, ദെൻ ഫൈനലി ബേരിയം ക്ലോറൈഡ്. അപ്പോൾ ബേരിയം ക്ലോറൈഡ് നമുക്ക് റിസൾട്ട് കിട്ടും. എന്നിട്ടോ ആ സൾഫേറ്റിനെ മാത്രം കൺഫർമേറ്റ് ചെയ്താൽ എന്നിട്ട് നമ്മൾ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ലെഡ് ആണ് അല്ലേ, 0th ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നോ റിയാക്ഷൻ. അപ്പോൾ അതുകൊണ്ട് അബ്സെൻസ് ഓഫ് 0 അല്ല, അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതുകൊണ്ട് അബ്സെൻസ് ഓഫ് 0. ദെൻ ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് നമുക്ക് കിട്ടും അല്ലേ, HCl ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, സോ പ്രസൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ലെഡ് എന്ന് പറയുമ്പോൾ പൊട്ടാഷ്യം അയനൈഡ് ആഡ് ചെയ്യുമ്പോൾ യെല്ലോ കിട്ടും. അതുകൊണ്ട് ലെഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അതേപോലെ പൊട്ടാഷ്യം ക്ലോറൈഡ് അസിറ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെഡ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പം ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു സിസ്റ്റമാറ്റിക് സ്കീം എഴുതേണ്ടത്. ലാസ്റ്റ് റിസൾട്ട് കൂടി എന്ത് ചെയ്യുക? എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടിയത് മാത്രമല്ല, ആനോൺ ആണെങ്കിൽ ആ ഒരു ഓർഡറിൽ തന്നെ എഴുതണം. അതേപോലെ കാറ്റോൺ ആണെങ്കിലും ആ ഒരു ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ്റെ ഓർഡറിൽ എഴുതുക. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആനോണ്ട് കാറ്റോണ്ട് കൺഫർമേറ്ററി മാത്രം പറഞ്ഞാൽ മതി. ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 5ാമത്തെ ഗ്രൂപ്പാണ് കിട്ടിയെങ്കിൽ 5ാമത്തെ ഗ്രൂപ്പ് വരെ നമ്മൾ എഴുതുക, 6 എഴുതണ്ട. എന്നിട്ടോ നമ്മൾ 5ാമത്തെ ഗ്രൂപ്പിലെ കാൽഷ്യം ആണോ ബേരിയം ആണോ എന്നുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, അതായത് എക്സ്പെരിമെന്റൽ സെഷനും അതേപോലെ കെമിസ്ട്രി ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ട്രിക്സ് ആൻഡ് ടിപ്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. സോ മക്കളെ കൃത്യമായിട്ട് പഠിക്കുക. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം ഈ റിസൾട്ട് നമ്മൾ എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഇവിടെ NH4+ CO3 2- എന്ന് പറഞ്ഞാൽ കാർബണേറ്റ് ആണ് നമ്മുടെ ആനിയോൺ. അതേപോലെ തന്നെ NH4+, ദാറ്റ് ഈസ് ദി അമോണിയം അയോൺ ഈസ് അവർ കാറ്റയോൺ. ഓക്കെ, സോ ആ രൂപത്തിൽ റിസൾട്ട് വെറുതെ എഴുതി കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എൻ്റെ ഫ്രീ ടൈം അനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം? അതിന് ആൻസർ തരുന്നതായിരിക്കും. സോ മാക്സിമം എന്ത് ചെയ്യാം? നമുക്ക് അടിപൊളിയായിട്ട് പോവാം. സോ മക്കളെ, ഞാൻ ഈ പറഞ്ഞ പോയിന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. അസിഡിമെട്രി ആൽക്കലിമെട്രി ഒക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക? എടുക്കുക. മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ സ്കൂളിലെ ഫ്രണ്ട്സിനും അതേപോലെ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനും ഒക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ അയച്ചു കൊടുക്കുക. സോ കേരളത്തിലെ എല്ലാ +2 വിദ്യാർത്ഥികളും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എക്സാം ഒക്കെ എഴുതാൻ പോയിട്ട് അടിപൊളിയാക്കുക. പിന്നെ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത്
ഓക്കെ. പിന്നെ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് ഫുൾ കോൺഫിഡൻസോട് കൂടി ഇത് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മൾ ആ ഒരു സ്കീമും കാര്യങ്ങളും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എന്ത് തന്നെ ആണെങ്കിലും അത് എളുപ്പത്തിൽ കിട്ടാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ കൂടുതൽ പറഞ്ഞ് മുഴുമിപ്പിക്കുന്നില്ല മക്കളെ, ഒരു പേടിയും പേടിക്കേണ്ട. നമുക്കൊരു ദിവസം വരാനുണ്ട്, നമ്മുടെ റിസൾട്ട് വരുന്ന ദിവസം. ആ റിസൾട്ട് വരുന്ന ദിവസം നമ്മൾ അടിപൊളിയായിട്ട് ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച് നമ്മുടെ പാരൻസിനൊക്കെ വേണ്ടി നമ്മൾ അടിപൊളി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുക്കും. ഇതിങ്ങനെ ഫുൾ A+ ഫുൾ മാർക്കൊക്കെ വാങ്ങിയിട്ടില്ലേ. സോ അതിന് വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ നിങ്ങളെ കൊണ്ട് പറ്റും. സോ നിങ്ങളോട് പറ്റട്ടെ. സോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോണേ. സോ ഇറ്റ്സ് മീ ജസീൽ സാർ സൈനിങ് ഓഫ്.